നമസ്കാരം. അപ്പൊ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു ബാഡസ്റ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അന്ന് എന്താണ് നടന്നത് എന്നുള്ള ഒരു കാര്യം റിവീൽ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അങ്ങനെ ലോങ് വീഡിയോ ഇട്ട് ശീലമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ബ്രേക്ക് ആയിട്ട് എനിക്ക് സംസാരിക്കുക. പക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് ഗേൾസിന് നല്ലപോലെ യൂസ്ഫുൾ ആവാൻ പറ്റിയ ഒരു കാര്യം കേട്ടോ. നിങ്ങളൊരു ബോയ് ആണ്, നിങ്ങൾ കാണുന്ന ഒരു ബോയ്സ് ആണെങ്കിലും നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും എന്താ പറയാ, ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം നടന്ന ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം ഏപ്രില് നമുക്കറിയാം ഇപ്പൊ ഏകദേശം എല്ലാ റീൽസിലും ഒക്കെ കാണാം, നമുക്ക് ഈ കാവശ്ശേരി പൂരം എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റിവല് നമ്മുടെ പാലക്കാട് കാവശ്ശേരി വെച്ചിട്ടാണ് ആ ഒരു ഉത്സവം നടക്കുന്നത്. ഇപ്പൊ റീൽസിലെല്ലാം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ലൈക്ക് കാവശ്ശേരി പൂരമാണോ അല്ലെങ്കിൽ നെന്മാറ വേലയാണോ തൃശ്ശൂർ പൂരമാണോ വലുതെന്ന രീതിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഫെസ്റ്റിവലാണ് കാവശ്ശേരി പൂരം എന്ന് പറയുന്നത്. ഈ കാവശ്ശേരി പൂരത്തിന് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചതും ഇന്റേൺഷിപ്പ് ചെയ്തതൊക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ ഈ ബാംഗ്ലൂർ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എന്റെ ഫാമിലി ഫുൾ ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ നാട്ടിലെ എല്ലാ വർഷവും ഞാൻ കാവശ്ശേരി പൂരത്തിന് പരമാവധി എത്താൻ നോക്കും, കാരണം അത്രയും വലിയ ബിഗ് ഫെസ്റ്റിവൽ ആണല്ലോ. അപ്പൊ നമ്മൾ എല്ലാ കുടുംബങ്ങളെ കൂടെ ഒത്തുചേർന്നിട്ട് അന്ന് അടിപൊളിയായിരിക്കും, വൈബായിരിക്കും, ഒരു കുടുംബ സംഗമം പോലെ തന്നെ ആയിരിക്കും എന്റെ വീട്ടില്. അപ്പൊ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ഫാമിലിയുമായിട്ട് കാറിൽ ഞാൻ വന്നു കാവശ്ശേരി പൂരത്ത് അന്ന് രാവിലെ എത്തി. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ എന്താന്ന് വെച്ചാൽ, കാവശ്ശേരി പൂരത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഉച്ചവെടി എന്ന് പറയും, 3 വഴിക്കാരുടെ ഉച്ചവെടി ഉണ്ട്. അതായത് പടക്കങ്ങൾ 3 പാടത്തായിട്ട് അവർ വലിയൊരു ഫെസ്റ്റിവൽ ആണ്. ഏകദേശം ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചേട്ടന്മാരോട്, എന്റെ പൊതുവെ ഉച്ചവെടി ഞാൻ പെണ്ണുങ്ങളാരും പോകാറില്ല, കാരണം വെയിൽ ഒന്നാമത്, പിന്നെ എന്താ പറയാ അത്ര ജനക്കൂട്ടം ആയതുകൊണ്ട് സേഫ്റ്റി കുറവായതുകൊണ്ട് ഞാൻ ആരും പോകാറില്ല. പക്ഷെ എനിക്കത് കാണണം എന്നുള്ള ഭയങ്കര ആശയം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ചേട്ടന്മാരുടെ കൂടെ അനിയന്മാരുടെ കൂടെ ഞങ്ങൾ ഏകദേശം ഒരു 10 പേരായിട്ട് ബൈക്കിൽ പോയപ്പോ ഓരോ വഴിക്കാരുടെ വെടിക്കെട്ടും ഓരോ പാടത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പിലായിരിക്കും പൊട്ടുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ചേട്ടന്മാരുടെ കൂടെ ആദ്യം വാവുളിയാർ ദേശംകാരുടെ പടക്കമാണ് കേട്ടോ. അപ്പൊ വാവുളിയാർ ദേശത്തിന്റെ പടക്കം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും എന്റെ ചേട്ടന്മാരും കൂടെ റോഡിലൂടെ പാടത്ത് അപ്പുറത്ത് കടന്ന് വേണം പോകാനായിട്ട്. നല്ല തിരക്കാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും ജനങ്ങളാണ്. കാരണം ഈ റീൽസ് കണ്ടെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലത്തെ ആളുകൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും അത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇത് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും എന്റെ ചേട്ടന്മാരും കൂടിയിട്ട് ആ പടക്കം കാണാൻ വേണ്ടിയിട്ട്, ഓരോ ദേശക്കാരുടെ പടക്കം കാണാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ ദേശക്കാരുടെ പടക്കം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു റോട്ടിലൂടെ നടന്നു. കാരണം അത്രയും തിരക്കാണ്. അപ്പൊ നമ്മളെല്ലാം നടന്നു പോകും, നമ്മൾ ആരൊക്കെയോ കൊണ്ടുപോകണം, അത്രയും തിരക്കായിട്ട് അവരെന്നെ സേഫ്റ്റി തന്നെ ആദ്യത്തെ പടക്കം കാണാൻ വേണ്ടി ആ ഒരു പാടത്തോട്ട് പോയി. ഞങ്ങൾ വാവുള ദേശംകാരുടെ പടക്കം കണ്ടു, ഭയങ്കര ഹാപ്പി ആയി. ഞങ്ങൾ ഇനി അടുത്തത് കഴിഞ്ഞുചുഖക്കാരുടെ ദേശംകാരുടെ പടക്കം ഉണ്ട്. അപ്പൊ ആ ദേശക്കാരുടെ പടക്കം കാണാൻ വേണ്ടിയിട്ട് ഈ പാടത്ത് നിന്ന് ആ പാടത്തിലോട്ട് പോകാൻ വേണ്ടി, അതായത് ഒരു പടക്കം കഴിഞ്ഞ് എല്ലാവരും കൂടെ അത്ര അലറി ഓടുകയാണ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ തിരക്കിൽ നിന്ന് ചാവണ്ടെന്ന് എഴുതിയിട്ടൊന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഓടുകയാണ്. ഞങ്ങളും എന്താ പറയാ, അവരെന്നെ അത്രയും സേഫ്റ്റി ആയിട്ട് എല്ലാവരും കൂടെ കവർ ചെയ്തിട്ടാണ് എന്നെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റോഡിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് എന്റെ പൊന്നു മക്കളെ ഉള്ളത് ഞാൻ പറയാലോ, അന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കാട്ടോ. കാരണം നമ്മൾ വിചാരിക്കുന്ന തിരക്കല്ല, എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ആ തിരക്ക്. തൃശ്ശൂർ പൂരത്തിനേക്കാളും തിരക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഞാൻ പറയുന്നത്, കാരണം അത് സത്യം തന്നെയാണ്. പോകുന്ന സമയത്ത് എന്റെ ചേട്ടൻ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, എന്റെ ചേട്ടൻ എന്റെ കൈ പിടിച്ച് എന്നെ കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം, സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണം. ആ സമയത്താണ് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പെട്ടെന്ന് എന്റെ ആസിൽ കയറിയിട്ട് പ്രസ് ചെയ്തു. പച്ചവെള്ളത്തിൽ പോലെ എന്റെ ചന്തിയിൽ കയറി പ്രസ് ചെയ്തു, നല്ലപോലെ പ്രസ് ചെയ്ത്. ആ ഒരു മൊമെന്റില് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് എനിക്ക് ആയിരക്കണക്കിന് ചെക്കന്മാരെ എനിക്ക് കാണാം. ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല, അവിടെ എന്താ നടന്നതെന്ന് എനിക്ക് ഒന്നും ഓർമ്മയില്ല. മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി സത്യം പറയുകയാണെങ്കിൽ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഒരാളുടെ മുഖം കണ്ടു. പക്ഷെ എനിക്ക് ഉറപ്പില്ല അയാൾ തന്നെയാണോ എന്ന്. കാരണം നമ്മൾ ഒരു നിരപരാധിയെ പോലും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. ഒരു പക്ഷെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ റിയാക്ട് ചെയ്തേനെ. പക്ഷെ അന്ന് എന്റെ മൈൻഡ് ഫുൾ ഫ്രീസ് ആയി, എന്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി. എനിക്ക് എന്ത് ചെയ്യാൻ അറിയാത്തൊരു സിറ്റുവേഷൻ ആയി പോയി. തിരിഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കണ്ടു, പക്ഷെ എനിക്ക് ഉറപ്പില്ല അയാളാണ് ചെയ്തതെന്ന്. ഞാൻ കുറെ പേര് നോക്കുന്നുണ്ട് ആരെങ്ങനെയാ ചെയ്തത്, ആരും എന്നെ നോക്കുന്നുമില്ല, മൈൻഡും ചെയ്യുന്നില്ല. ഞാനൊക്കെ പെട്ട അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിട്ടോ. ആ ഒരു സമയത്ത് ഞാൻ
പെട്ടെന്ന് റേസ് ചെയ്തിട്ട് ആരാണ് എന്റെ ചന്തി കയറി പിടിച്ച് ഞാൻ ഒന്ന് ഷൗട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കോമഡി ആയിട്ട് ഒരുപാട് പേര് ചിരിച്ചു. പക്ഷെ കുറച്ചുപേര് കാര്യമാക്കി എടുത്തവരുണ്ട്. ഞാൻ ചോദിച്ചു ആരാണ് എന്റെ ചന്തി കയറി പിടിച്ചത്, ഞാൻ അങ്ങനെ പച്ച മലത്തിൽ ഞാൻ ചോദിച്ചു. ആ സമയത്ത് ഒരേട്ടൻ പറഞ്ഞു ആരാടാ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരാള് കൂടുള്ളവരടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും എന്താ പറയാ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസോ നെഗറ്റീവ് റെസ്പോൺസോ മൈൻഡ് ചെയ്യാത്ത എല്ലാവരും നടക്കുക ചെയ്ത്. സത്യത്തില് അവരെ പറഞ്ഞ കാര്യം കാരണം അത്രയും തിരക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയും തിരക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം നടക്കുന്നത്, നമ്മളാരും വലിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ മനുഷ്യൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഒരാളും ആ ബാക്ക് നിന്ദിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അവരുടെ മേലെ വന്ന് വീഴും. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അപ്പോൾ അത്രയും തിരക്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനും ആയിരുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ ആ ഒരു മൈൻഡ് ഫ്രീസ് ആയ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു ആരാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, കാരണം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നെ ചെയ്ത് പറഞ്ഞു നീ എന്തുകൊണ്ട് നോക്കിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ പേരെ കണ്ടു, എനിക്കറിയില്ല ആരാ ചെയ്തെന്ന് അറിയില്ല എന്നുള്ളത് ഞാൻ സംസാരിച്ചു കേട്ടോ. അയ്യോ, അന്നത്തെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോക്കായി പോയി. കാരണം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. കഴിഞ്ഞ് അങ്ങനെ കുറെ വർഷം പിന്നെ ആരോടും ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ എനിക്കെന്നെ റിഗ്രറ്റ്, ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ആരോടും ഓപ്പണായി പറയുന്നില്ല, എന്റെ ഫാമിലിയോട് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എന്റെ വീട്ടിലുള്ളവരുടെ ഞാൻ ഒന്ന് പറഞ്ഞു. അമ്മ അല്ലെങ്കിൽ അച്ഛ, എന്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. എന്റെ അച്ഛൻ്റെ അനിയന്മാര്, ചേച്ചിമാര്, അനിയത്തിമാര് എല്ലാവരും ഉണ്ട്. അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കേട്ടോ, വില കാണാൻ പൂരം കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി, എന്റെ ചന്തയും കയറി നല്ലപോലെ പിടിച്ചു. അതും നിങ്ങൾ ആലോചിക്കണേ, ഞാനൊരു ചുരിദാർ ഇട്ട്, ഇപ്പൊ ഓൾമോസ്റ്റ് ഓരോ ബാംഗ്ലൂരിലെ പെണ്ണുങ്ങളാണ് ജീൻസ് അല്ലെങ്കിൽ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ചിട്ട് നടക്കും. അതുകൊണ്ടായിരിക്കും ചെക്കന്മാരൊന്നും പിടിച്ച്, ഒരിക്കലും അല്ല. ഒരു പക്ക ഫുൾ ഹാഫ് കൈ, ഇത്ര ഈ ഒരു എൽബോന്റെ അത്രയും ലെങ്ത് ഉള്ള ഒരു കുർത്തയാണ് എന്റെ, ചുരിദാറാണ് ഞാൻ ഇട്ടത്. എന്നിട്ടാണ് എനിക്ക് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അതും തൊടയൊന്നും ചെയ്ത് അവൻ കയറി പ്രസ് ചെയ്ത്. എനിക്ക് അതാണ് ഏറ്റവും എന്താ പറയാ ഭയങ്കര ഷോക്കായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്. അതിനുശേഷം ഞാന് എന്താ പറയാ വീട്ടിൽ വന്ന് ഇങ്ങനെ ഓപ്പൺ ആയി പറഞ്ഞ അമ്മ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു പറഞ്ഞപ്പോൾ അവര് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അവരപ്പോ തന്നെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞാൻ ആരെയും കണ്ട് എനിക്കറിയത്തില്ല, ഞാൻ ആരെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ആ ടോപ്പിക് എന്നെ അവിടെ വിട്ടു, ഓക്കെ എന്നുള്ള രീതിയിൽ വിട്ടു. അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ ഓപ്പൺ ആയിട്ട് റിവീൽ ചെയ്ത സമയത്താണ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂടെ കാണാമെന്ന്, പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, കുറച്ചുപേര് എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ്, കുറച്ചുപേരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിനക്കുണ്ടായ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ആദ്യമായിട്ട് നടക്കുന്നൊന്നും അല്ല. അങ്ങനെ നിനക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് 2-3 പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലായത്, ഇത് എനിക്ക് മാത്രം നടക്കുന്ന കാര്യമല്ല. എല്ലാ പൂരത്തിനും ഈ ചെക്കന്മാര് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് ഇതിനായിട്ട് പെണ്ണുങ്ങളെ മിസ്യൂസ് ചെയ്യാനായിട്ട്, ടച്ച് ചെയ്യാനായിട്ട്, പ്രസ് ചെയ്യാനായിട്ട് പോകുന്ന ചെക്കന്മാരുണ്ട്, കഴിവേറി ചെക്കന്മാരുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇവന്മാർക്ക് എന്ത് സുഖം കിട്ടുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവന്മാരുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് എന്റെ വീട്ടിൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയാൻ കാണിച്ച ആ കൊടുത്തു. കാരണം എന്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എന്നെയും പ്രസവിക്കും. ഞാൻ പിന്നെ പറയണ്ടെന്ന് കരുതിയിട്ട് ചമ്മലായിട്ട് ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായി. പിന്നെ അതങ്ങനെ ക്ലോസ് ആയി എല്ലാം കഴിഞ്ഞ് കുറെ മാസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ധനശ്രീ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ കൊച്ചിയിലോ തൃശ്ശൂരിൽ നിന്ന് എവിടേക്കോ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവളുടെ പ്രൈവറ്റ് പാർട്ടില് നല്ലപോലെ പ്രസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റീല് കണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് കുറെ അവള് കേസ് കൊടുത്ത് ഭയങ്കര വലിയൊരു വൈറലായൊരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. അതിനെപ്പറ്റി അവള് വന്ന് ലോങ് വീഡിയോ, അതായത് യൂട്യൂബിൽ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. റീൽസിലും എല്ലാത്തിനും ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് അവള് വന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് നമ്മുടെ കേരളത്തില് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ധനശ്രീ കാണിച്ച ആ ഒരു തന്റേടം തന്നെയാണ്. അവൻ ഇപ്പൊ എനിക്കൊന്ന് ഇഷ്യൂ ആയിട്ട് ജയിലിലേക്കാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആ പോലീസ് കേസായി, ലോകം മൊത്തം അവന്റെ ഫേസ് എല്ലാം റിവീൽ ചെയ്ത് കണ്ടു. അങ്ങനെ നാണം കെട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു അവൻ. അപ്പൊ എനിക്ക് തോന്നിയത്, ഞാനും അയാളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തേനെ, ശരിക്കും ഞാൻ റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്കന്ന് അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല തിരക്കിന്റെ ഇടയിൽ. പിന്നെ ആ ധനശ്രീ കാണിച്ച ആ ഒരു തന്റേടം അന്ന്, അതുപോലെ ധനശ്രീക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 100K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. സോ ഷീസ് ഹാവിങ് ലൈക്ക് എ ഗുഡ് പ്ലാറ്റ്ഫോം ടു
ടെൽ ദ ട്രൂത്ത്. ഓക്കെ, സത്യം പറയാനുള്ള ഒരു ഗുഡ് പ്ലാറ്റ്ഫോം തനുശ്രീക്ക് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു കാര്യം. പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ ഒന്നും അത്ര ഞാൻ പോപ്പുലർ ആയിട്ട്, ഇപ്പോഴും ഞാൻ പറയുന്ന വലിയ എന്താ പറയാ പോപ്പുലർ ആയിട്ടുള്ള ഒരാളോ ഇൻഫ്ലുവൻസറോ സെലിബ്രിറ്റി ഒന്നുമല്ല. ഒരു നോർമൽ നാടൻ ഗേളാണ്, വില്ലേജ് ഗേളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വന്ന എന്താ പറയാ ആ ഒരു മൊമെന്റിൽ അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഓപ്പണായി സംസാരിച്ചപ്പോ എനിക്ക് തോന്നി, അയ്യോ എനിക്കത് അങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നെ? കാരണം ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എനിക്കുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് പറയാൻ കാരണം, ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു നാണക്കേടോ ചമ്മലോ ഒന്നുമില്ല. ഇത് നിങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആൺകുട്ടിയാണ്, പക്ഷെ നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരും ചേച്ചിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നിങ്ങളൊരു കാര്യം പറയണം. നമ്മൾ ഒരിക്കലും സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് റിയാക്ട് ചെയ്യരുത്. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് എന്തപ്പം തോന്നി നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ വോയിസ് റേസ് ചെയ്യണം. മനസ്സിലായ? നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് ഉറക്കം പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ബാഡ് എക്സ്പീരിയൻസ് നടന്നാലും നമ്മുടെ ഭാഗത്തൊരു ശരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യണം. അല്ലാതെ പിന്നീട് നിന്നിട്ട് എടുത്തു വെക്കരുത്. സത്യം പറയണമെങ്കിൽ അതാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? റേസ് തന്നെ ചെയ്യണം നമ്മൾ. പിന്നീട് ആലോചിച്ചു അയ്യോ എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ റിയാക്ട് തന്നെ ചെയ്യണം. പലരും കുറ്റപ്പെടുത്തലുണ്ടാവും, നിന്റെ ഡ്രസ്സിങ് അതാണ് ഇതാണ്. പക്ഷെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ് കൊണ്ടൊന്നും അല്ല ചെക്കന്മാര് നമ്മളെ പിടിക്കുന്നത്. മനസ്സിലായോ? അവരുടെ ഒരു അവരുടെ ഒരു തോട്ട്സ് ഉണ്ട്. നമ്മൾ എന്തോ അവർക്ക് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളൊരു തോട്ട്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോം, ഗുഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ്. ഞാനിപ്പോ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആയത്. ഞാൻ നല്ല അടിവെച്ച് കൊടുത്തേനെ. അവിടെ കിട്ടുന്ന എല്ലാ ചെക്കന്മാർക്ക് നല്ല അടിവെച്ച് കൊടുത്തേനെ. സത്യം, നമുക്ക് ആ ഒരു ബോൾഡ്നെസ് തന്നെയോടൊക്കെ വരും നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണല്ലോ. അപ്പൊ അന്ന് ആ ധരിച്ച് കാണിച്ച അവൾ തന്നെയാണ് അവൾ ഇപ്പോഴും നല്ലൊരു ഗുഡ് സ്ലീപ്പ്. അങ്ങനെ അവൾ അത് പറയുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ സമാധാനത്തിൽ ഉറങ്ങാന്ന് അവള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എത്രയോ പെണ്ണുങ്ങൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അത് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗുഡ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് കീ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും സൈലന്റ് ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾ റിയാക്ട് തന്നെ ചെയ്യണം. ആരെന്തോ പറഞ്ഞോട്ട് നിങ്ങൾ റിയാക്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെ നിങ്ങൾ എന്നെ കാണുക ഈ വീഡിയോ. പിന്നെന്താ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.